നമ്മുടെ അമൃത ടി വിയുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ നിന്നും വന്ന് ഇന്ന് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര സംഗീത ലോകത്തിൽ പതിപ്പിച്ച ഒരു വലിയ കലാകാരനാണ് നമ്മുടെ അടുത്ത അതിഥിയായിട്ടുള്ളത്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അജയ് സത്യൻ. അജയ്, വെൽക്കം ടു സൺഡേ ഫണ്ടേ. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ ഭയങ്കര പരിചയമുള്ള പോലെ, പക്ഷെ എത്രയോ നാളായിട്ട് അറിയണേക്കെ പോലെ എനിക്ക് തോന്നുന്നു. സംഗീതത്തിലേക്കുള്ള പ്രയാണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാട്ടാവാം. തീർച്ചയായിട്ടും. എനിക്ക് തോന്നും ഒരു കംബാക്ക് പെർഫോമൻസ് ആയിട്ട് ഞാൻ ഒരു സാധനം ചെയ്തായിരുന്നു. പ്രയാണിൻ്റെ സ്റ്റാർട്ടിങ് ഒരു വേർഷൻ, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു 4 പേര് പാടാം. നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം, നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയൂ എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. രണ്ട് കാര്യങ്ങളാണ്. ജീവിതത്തിൽ ആരോടാണ് പാടിയത്? എന്റെ ദൈവമേ, ജീവിതത്തിൽ ഞാൻ അങ്ങനെ ആരോടും പാടിയിട്ടില്ല. ഇവിടെ കാത്തിരിക്കുന്ന ആളോടും പാടിയിട്ടില്ല. പുള്ളിക്കാരി ഇങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ കേട്ടിട്ട് പുള്ളിക്കാരിക്ക് പാടാൻ വേറൊരു പാട്ടുണ്ട്. എനിക്ക് അപ്പോഴാണ് പുള്ളിക്കാരി ഹാപ്പി ആവുന്നത്. എനിക്ക് തോന്നുന്നു സ്വയം ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഒരു നമ്മൾ പ്രയാൺ ഫസ്റ്റ് സെഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ ഓഡിയൻസിന്റെ ആദ്യം തന്നെ അവരുടെ എന്താണ് പോയിന്റ് ഓഫ് ആംഗിൾ, എന്തൊക്കെ സോങ്സ് ആണ് അവർക്ക് കവറായിട്ട് കേൾക്കാൻ ഇഷ്ടം എന്ന് കുറെ ഇങ്ങനെ റിസർച്ച് ചെയ്ത് കിട്ടിയൊരു സോങ് ആണ് എന്തിനു ഒരു സൂര്യോദയം. രണ്ടാമത്തെ കാര്യം, ചിലമ്പണിയു കഴിഞ്ഞിട്ട് ഒരു സംഗതി കൂടി പാടില്ലോ, അതെന്തായാലും അതൊന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കേണ്ടി വരും. അല്ല, അതിപ്പോ വന്നതാണ്, ഓൾറെഡി ഉള്ളതാണ്. അത് ആക്ച്വലി റെക്കോർഡ് ചെയ്തപ്പോ പ്ലെയിൻ ആയിട്ടാ പാടി, പിന്നെ ഷോസിൽ പാടിയാണ് ഓരോ ഷോസിൽ ഇങ്ങനെ ഇംപ്രൂവൈസ് ചെയ്ത് അങ്ങനെ. ഓരോ പ്രാവശ്യം ഓരോ വേദി ചെയ്യുമ്പോഴും നമുക്ക് വേറൊരു എനർജി ആയിരിക്കും, വേറൊരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, കൂടുതൽ അതിനെ പറ്റി പഠിക്കുക. എക്സാക്ട്ലി. എന്താ വെച്ചാൽ നമ്മള് അതായത് എന്ത് സാധനമാണ് ഓഡിയൻസ് റിസീവ് ചെയ്യാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മള് സ്റ്റേജിൽ ഇങ്ങനെ കുറച്ച് ഇംപ്രൂവൈസ് ചെയ്ത് ചെയ്യുമ്പോ ചിലപ്പോ ഓഡിയൻസ് ഭയങ്കര കൈയടിയും അതൊക്കെ എനിക്ക് അപ്പൊ കൈയടിച്ച് അവിടെ നിർത്തി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആസ് യു കണ്ടിന്യൂഡ്, സോ ഹാപ്പി. ആ ഒരു പാട്ട് കേട്ട് തുടങ്ങിയപ്പോ ഭയങ്കര എനർജി ആയി. ഇനി പ്രയാണിനെ പറ്റി പറയാം. തീർച്ചയായിട്ടും. സോ പ്രയാൺ എന്നുള്ളത് എന്താ പറയാ, എൻ്റെ ഒരു ഞാൻ ആക്ച്വലി സൂപ്പർ സ്റ്റാർ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പഠിപ്പിലേക്ക് പോയി. BCom MBA എല്ലാം ചെയ്തിട്ട് ജോലിയിലേക്ക് കയറി ചെറുതായിട്ട്. എന്ത് ജോലിയാ ചെയ്തിരുന്നത്? ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സോഷ്യൽ മീഡിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ബോംബെയിൽ. ആദ്യം ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി പോയി. തൃശ്ശൂർ, പാലക്കാടായിട്ട്. ചെറുപ്പം ബോംബെ, പിന്നെ സൂപ്പർ സ്റ്റാറിന് വേണ്ടി നാട്ടിലേക്ക് വന്നു. പിന്നെ ഇവിടെ തന്നെ BCom-ഉം MBA ചെന്നൈയിലായിരുന്നു. എല്ലായിടത്തും എല്ലായിടത്തും ഞാൻ നോക്കുമ്പോ കൾച്ചറൽ ഹബ്സിലെല്ലാം എത്തിയിട്ടുണ്ട്. മുംബൈയിലുണ്ട്, തൃശ്ശൂരുണ്ട്, ചെന്നൈ ഉണ്ട്. എല്ലാം പാട്ടിന് വേണ്ടിയിട്ട് പോയ സ്ഥലങ്ങളാണ്. ഞാൻ MBA ചെന്നൈയിൽ ചെയ്യാൻ കാരണം അവിടെ പോയി സ്റ്റുഡിയോസിലൊക്കെ പോയി ഇരിക്കണം. പണ്ട് ആൾക്കാർ പറയില്ല, കുറെ നേരം സ്റ്റുഡിയോയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ആരെങ്കിലും ഒക്കെ കണ്ട് ചാൻസസ് കിട്ടാം. അങ്ങനെയാണ് പോയത്. പക്ഷെ അതിനുള്ള ഒരു സമയം കിട്ടിയില്ല. എന്റെ കോളേജ് വേറൊരു മുക്കിലായിരുന്നു, സ്റ്റുഡിയോസ് ഒക്കെ വേറൊരു സെറ്റപ്പ് ആയിരുന്നു. സോ അങ്ങനെ ഇന്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ പ്രൊമോഷൻ. ഒരു സംഗീതജ്ഞന് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് എങ്ങനെ കണക്റ്റഡ് ആയി? അത് അന്ന് ആക്ച്വലി ജസ്റ്റ് പഠിത്തം MBAയുടെ ഒരു പ്രോജക്റ്റായിട്ട് പോയതാണ്. പിന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി ആക്ച്വലി നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റ് രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ. അതെ. അപ്പോൾ അതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടി ആക്ച്വലി നല്ലൊരു എന്താ പറയുക, നമുക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണെന്ന് തോന്നി. നമുക്ക് വേറെ ആരും അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളൊരു സാധനം ചെയ്യുകയാണെങ്കിൽ
നമുക്ക് കുറച്ച് അറിവുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത്യാവശ്യം മാർക്കറ്റ് ചെയ്യാം എന്ന ഇതിലാണ്. അപ്പൊ എനിക്ക് അഡ്വർടൈസിംഗിലേക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. ഓക്കെ. ഇപ്പോഴും ഞാൻ അതുണ്ട്, അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രിയിലുണ്ട്. ശരി. അതെ. സോ അതിന്റെ കൂടെ ഡയറക്ഷൻ, ആഡ് ഡയറക്ഷൻ അങ്ങനെയാണ്. അത് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യണ ഒരു ഏജൻസിയിൽ. സോ അതിന്റെ കൂടെ പാട്ടും എനിക്ക് എങ്ങനെയും കൊണ്ടുപോകണം എന്ന് വെച്ചിട്ടാണ് ഞാൻ പ്രയാണം തുടങ്ങണത്. ബോംബെന്ന് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായി. നേരെ ഞാൻ നാട്ടിലേക്ക് വരുന്നു. പിന്നെ അത് ഇപ്പോൾ ഒരു എനിക്കൊരു 5 to 6 years ആയി. കുറെ ലൈനപ്പ് ഒക്കെ മാറി ഇപ്പോൾ ഒരു 6 പേരാണ് ഞങ്ങളുള്ളത്, പ്ലസ് 2 സൗണ്ട് എഞ്ചിനീയേഴ്സ്. സോ ഇപ്പോഴത്തെ ലൈനപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രയാണം എന്ന് പറയുന്നത് കീബോർഡ്സ് ഷൈൻ ജോസ്, ഓൺ ബേസ് നോയൽ സാം, ഗിറ്റാറിൽ എൻ്റെ അനിയൻ തന്നെയാണ് റിതം ഗിറ്റാർ കം ഹി സിങ്സ് ഓൾസോ. പിന്നെ ലീഡിൽ ഫെബിൽ ജോൺ ആൻഡ് ഡ്രമ്മർ അരവിന്ദ്. അപ്പം അങ്ങനെ നല്ല സെറ്റായിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, കുറേ ഷോസ് ഒക്കെ ചെയ്ത്.